ഞാനിന്ന് നിങ്ങൾക്ക് ഞാൻ ട്രൈ ചെയ്യുന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇതെനിക്ക് തോന്നുന്നു 100% അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന പാക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫേസൊക്കെ നല്ലപോലെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് റാഗിപ്പൊടിയാണ്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന റാഗിപ്പൊടിയാണ്. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റാഗിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. റാഗി നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആക്കും. പിന്നെ നമ്മൾ എടുത്തത് കസ്തൂരി മഞ്ഞളാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് തന്നെ പൊടിച്ച് മേടിച്ചതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ കസ്തൂരി മഞ്ഞൾ ഡയറക്റ്റായിട്ട് എനിക്ക് ഫേസിലിടുമ്പം നല്ലപോലെ ചൊറിച്ചിൽ വരും. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയുള്ള പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ചൊറിച്ചിലുള്ളവർ ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ ഇങ്ങനെ പാക്കിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തേനാണ് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എടുത്തത് തൈരാണ്. നല്ല കട്ട തൈര്, ഇവിടെ വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കുന്ന തൈരാണ് കേട്ടോ. അമ്മ എപ്പോഴും തൈര് വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ആ തൈരാണ് ഞാൻ അതിനകത്തൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം ചിലവർക്ക് തൈര് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുരു വരും. അങ്ങനെയുള്ളവർ തൈര് സ്കിപ്പ് ചെയ്തിട്ട് എന്താണ് പാലാണെങ്കിൽ പാല് ചേർക്കുക. എനിക്ക് തൈര് ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ കുഴപ്പങ്ങളൊന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാനിത് എല്ലാം കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടായതുകൊണ്ടാണ്, വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്യുന്നൊരു പാക്കാണ് ഞാനിത്. അപ്പോൾ ഞാനിതെല്ലാം കുറച്ചധികം എടുത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളുടെ അളവ് മാത്രമേ ഞാൻ കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇത് നമുക്ക് കയ്യിലും കാലിലും നെക്കിലും ഫേസിലും എല്ലായിടവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇത് ഡെയിലി അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്ക് അടുപ്പിച്ച് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായതാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാനതെല്ലാം മുടക്കി കളഞ്ഞു. പക്ഷേ ഇതിപ്പം ഈ ഒരു യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും നല്ലൊരു പാക്കാണ്. അത് ഏകദേശം ഞാനൊരു 20 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിന്ന് നിൽക്കണ്ട. അങ്ങനെ വലിയെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ എനിക്ക് നല്ലപോലെ വരഞ്ഞു. ഞാനപ്പോൾ അത് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം എനിക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നും അതിന് ശേഷമുള്ളൊരു വ്യത്യാസം നല്ലപോലെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഈ പാക്കൊന്ന് ശരിക്കും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് പറ്റാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. റാഗിയും തൈരും ഒക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട്. പിന്നെ രക്തചന്ദനം, അതെല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.